ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുന്ന ഒരു പാവം മനുഷ്യൻ എടുത്തേക്ക അങ്ങോട്ടേക്ക് ബസ് അപ്പുറാണല്ലോ, ഞാൻ കൈ പിടിക്കാം എന്നൊറ്റൊരു 3 സ്റ്റെപ്പ് അത് മതിയാവും. ആഹൃതി കഴിച്ചിലാവാൻ അതൊക്കെ മതിയാവും. ഈ പാവങ്ങളെ സഹായിച്ച മനുഷ്യന്മാരെ കുറിച്ചിട്ട് ഹദീസിൽ എന്താ ഉള്ളതെന്നറിയാം? മറ്റുള്ളവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുത്ത മനുഷ്യൻ നന്മന്റെ തട്ടിൽ അഥവാ തുലാസിന്റെ അടുത്തേക്ക് വരുമ്പോ, കേട്ടോളി ഹദീസ്, തുലാസിന്റെ അടുത്തേക്ക് വരുമ്പോ റസൂൽ പറയുന്ന ഓഫർ കേട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവിടെ ഉണ്ടാവുന്നു. ഞാൻ ഉണ്ട് അവിടെ എന്ന് പേടിക്കുന്നു. ഐ വിൽ ബി ദേർ, ഞാൻ അവിടെ ഉണ്ട് മോനെ, എന്തിനു പേടിക്കുന്നു? അഥവാ എന്തെങ്കിലും ഞാൻ ചെയ്തുതരാം. ഐ വിൽ ബി ദേർ. സാന്ത്വന പ്രവർത്തകനാവണം, സംഘടനാ പ്രവർത്തകനാവണം. നമ്മൾ നമ്മളെ തന്നെ പൂജിച്ച് എന്താ ജീവിതത്തിന്റെ അജണ്ട? 4 മക്കള്, ഓരെ കെട്ടിച്ച്, പിന്നെ അവർക്ക് വീട് എടുത്തു കൊടുത്ത് ഇനി അത് ഒരു പള്ളിക്കാട്ടി പോയിട്ട് കിടക്കലല്ല നമ്മുടെ അജണ്ട. മറിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് കുറെ ജീവിതങ്ങൾ ഉണ്ടാകുക, കുറെ ആളുടെ ജീവിതത്തിന് അർത്ഥങ്ങൾ ഉണ്ടാക്കുക, നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുക. ഇതാണ് ഖളാഉ ഹാജത്തിൽ മുഅ്മിൻ. മാസങ്ങളോളം ഏറ്റിക്കാഫിരിക്കുന്നതിനേക്കാൾ, അതും മദീനത്തെ പള്ളിയിൽ ഏറ്റിക്കാഫിരിക്കുന്നതിനേക്കാൾ മഹത്വം ഒരു മുഅ്മിനിന്റെ ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതിന് ഉണ്ട് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്.